പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയുള്ള മാസപ്പടി ആരോപണത്തിൽ ഇഡിയുടെ നിർണായക നീക്കം. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും ഉൾപ്പെടെ 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തി. മുൻ മന്ത്രിയും വീണയുടെ ഭർത്താവുമായ PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരിശോധന മണിക്കൂറുകൾ നീണ്ടു. റെയ്ഡ് നടത്തി തളർത്താമെന്ന് വ്യാമോഹിക്കേണ്ട എന്ന് പിണറായി വിജയൻ പ്രതികരിച്ചു. രാവിലെ പോലീസ് പോലും അറിയാതെ അതീവ രഹസ്യമായാണ് ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത്. സംസ്ഥാനത്തിനകത്തും പുറത്തും 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്, കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ സ്വന്തം വസതി, PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടോളിയിലെ വീട് എന്നിവിടങ്ങളിൽ ഇഡി ഉദ്യോഗസ്ഥരെത്തി. പിണറായി വിജയനും മകൾ വീണയും തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്നു. CMRL MD SN ശശിധരൻ കർത്തയുടെ വസതിയിലും CMRLുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരിശോധന നടന്നു. വീണ ടിയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രവർത്തിച്ചിരുന്ന ബംഗളൂരുവിലെ ഓഫീസിലും പരിശോധന നടത്തി. ഉച്ചയ്ക്ക് 2:30യോടെയാണ് പരിശോധന പൂർത്തിയാക്കി ഇഡി ഉദ്യോഗസ്ഥർ ഇറങ്ങിയത്. പിന്നാലെ പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടു. ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ഇഡി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. വീണ ടി, CMRL ഡയറക്ടർ ശരൺ എസ് കർത്ത തുടങ്ങിയവരെ ഇഡി ചോദ്യം ചെയ്തു. വീണയുടെ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ഇഡി ശേഖരിച്ചു. എന്നാൽ വസതികളിൽ നിന്ന് രേഖകൾ കണ്ടെത്താൻ ഇഡിക്ക് കഴിഞ്ഞില്ല. തല പോയാലും പോരാടുമെന്ന് മുഹമ്മദ് റിയാസ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ കാട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല. സംഘപരിവാറും കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന തെറ്റായ നിലപാടിന് ഇനിയും തുറന്നു കാണിക്കും. അതിന് ഇഡി അല്ല, ഇനി അതിലും വലിയ ഡി വന്നാലും ഒരു പ്രയാസമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകും. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.